ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ വിചിത്രവാദവുമായി കർണാടക ബിജെപി അധ്യക്ഷൻ ആർ അശോക. വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ്. കേരള സർക്കാരിന്റെ അദൃശ്യമായ കരങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ട്. ഇത് ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಕೇರಳ ಸರ್ಕಾರ ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ധർമ്മസ്ഥലದವರು സ്വാഗത ಮಾಡಿದ್ದಾರೆ. ഉന്മേഷ്, ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതായത് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇതിന്റെ ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമതായി ഈ ശുചീകരണ തൊഴിലാളിയായിട്ട് ഇവിടെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ആരാണ് എന്നിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരിൽ നിന്ന് ആരിൽ നിന്നും അങ്ങനത്തെ ഒരു വിവരം ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇതിന് കേരള സർക്കാരിന് കൂടി പങ്കുണ്ട്. കേരളത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൂഢാലോചനകൾ നടന്നത്. ആ ഗൂഢാലോചനകളുടെ വിവരങ്ങളൊക്കെ SIT അതിന്റെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ സർക്കാരിനെ നേരിട്ട് ലിങ്ക് ചെയ്യുക കൂടിയാണ് BJP അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലുള്ളവർക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ കോട്ട് ചെയ്ത് അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കേരളവുമായി ഇതിനെ ലിങ്ക് ചെയ്യുക, ഈ സംഭവത്തിന് പിന്നിൽ, ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു അദൃശ്യ കരങ്ങളുണ്ട്. ആ അദൃശ്യ കരങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെതാണ്. കേരളത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിന്റെ ബന്ധം ഈ വിഷയത്തിൽ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ കൂടി ലിങ്ക് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. മാത്രമല്ല, ഈ ധർമ്മസ്ഥല ക്ഷേത്ര അധികൃതർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്ഷേത്രത്തിന്റെ പവിത്രത എപ്പോഴും പരിപാലിക്കപ്പെടണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. ഒപ്പം SITയുടെ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്.